ഇമേജസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു കാര്യം ചെയ്യും. ഫോർ എക്സാമ്പിൾ URL ആണെന്ന് വിചാരിക്കുക. അപ്പോൾ URL ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലോട്ട് ഒരു URL ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെയാണ്. അതായത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റ്, എന്താണോ ടെക്സ്റ്റ് ആ ടെക്സ്റ്റിലോട്ട്, അതായത് നമുക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യേണ്ട ടെക്സ്റ്റ്, ഇനി നമുക്ക് ഏത് ലിങ്കിലോട്ടാണോ പോകേണ്ടത് അത് നമുക്ക് ഈ പരാന്തസിസിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ സാധിക്കും. സോ ഇവിടെ പ്രിവ്യൂ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു google.com എന്ന് പറയുന്ന ലിങ്കിലോട്ട് വരും. സോ ബേസിക്കലി URLന് ഈ ഒരു രീതിയാണ്. ഇനി ഒരു എന്താണ് പിക്ചർ നമുക്ക് ഇവിടെ അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ മുന്നിൽ ഒരു എക്സ്ക്ലമേഷൻ സിമ്പിൾ കൊടുക്കണം. ദെൻ ആ പിക്ചറിൻ്റെ URL നമ്മളിവിടെ കൊടുക്കണം. ഒന്നെങ്കിൽ അത് ഓൺലൈൻ ഏതെങ്കിലും വെബ്സൈറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ള ഗൂഗിളിൻ്റെ ഇമേജസിലോ ഉള്ള ഒരു ഇമേജ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഇമേജ് നമ്മളിവിടെ ലോക്കലിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതിവിടെ ആ ഒരു ഫയലിൻ്റെ പേര് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ആ ഇമേജ് ഇവിടെ അപ്പിയർ ആവും. ബേസിക്കലി ടെക്സ്റ്റിൻ്റെ ഇതിൻ്റെയും ഒരു എക്സാമ്പിളാണ് കാണിച്ചത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ബട്ടൺസും ഉണ്ട്. വി ക്യാൻ ഓൾസോ ക്ലിക്ക് ഫ്രം ദെയർ ആൻഡ് ലൈക്ക് ആഡ് ഇൻഫോർമേഷൻ ലൈക്ക് ഇതാ ഇവിടെ ഇത് ഞാൻ ഹൈപ്പർ ലിങ്കിൻ്റെ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ആ ബേസിക് ടെംപ്ലേറ്റ് വന്നു. സോ ഇവിടെ വരേണ്ട ടെക്സ്റ്റ് കൊടുക്കുക, ഇവിടെ വരേണ്ട URL കൊടുക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഇമേജിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അത് അപ്പിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ നമുക്കിനി എന്തെങ്കിലും ഒരു ഫയൽ, അതായത് ഒരു CSV ഫയലോ എന്തെങ്കിലും ഒരു ഫയൽ അനാലിസിസ് ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫയൽ നമ്മൾ ഈ വർക്ക് സ്പേസിലോട്ട് അപ്ലോഡ് ചെയ്യണം. സോ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബട്ടൺ വരുന്നത്. ഇതിൽ ഈ ഫോൾഡർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് ഫങ്ഷൻസ് കാണും. എന്തെങ്കിലും നമുക്കിതൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിഫ്രഷ് ബട്ടണാണ്. എന്തെങ്കിലും പുതിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണാൻ സാധിക്കും. ഇനി ഇവിടെയൊക്കെ ഒരു ഫയൽ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അത് വെച്ചിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു CSV ഫയലോ അല്ലെങ്കിൽ ഒരു എക്സൽ ഫയലോ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എനിക്ക് അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. അത് ഈ റൺ ടൈം കണക്ട് ആയിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഉണ്ടാവും. ഈ റൺ ടൈം ഡിസ്കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തനിയെ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, സോ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ വേറൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ GPU കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ GPU ഡിവൈസസിനെ പറ്റി പറഞ്ഞിരുന്നു. നമുക്ക് കമ്പ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് റൺ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അതിന് ഒരു GPU ഹാർഡ്വെയർ സ്പെഷ്യലായിട്ടുള്ള ഹാർഡ്വെയർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൂഗിൾ നമുക്ക് തരുന്ന ഈ ഒരു ഫ്രീ സർവീസിൽ ആക്ച്വലി അങ്ങനെ ഒരു ഹാർഡ്വെയർ ആക്സലറേഷൻ അല്ലെങ്കിൽ GPU ആക്സലറേഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ബൈ ഡിഫോൾട്ടായിട്ട് ഇതൊരു CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നോർമൽ കമ്പ്യൂട്ടർ പോലെ ആയിരിക്കും ഇത് വർക്ക് ചെയ്യുക. പക്ഷേ നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് കോഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ആണ് നമ്മൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സോ അത് എനേബിൾ ചെയ്യാനായിട്ട് ഇവിടെ എഡിറ്റ് നോട്ട്ബുക്സ് സെറ്റിങ്സിൽ പോവുക. അപ്പോൾ ഇവിടെ കുറച്ച് എന്താണ് ഓപ്ഷൻസ് കാണിക്കും. ബൈ ഡിഫോൾട്ടായിട്ട് CPU ആണ് കിടക്കുന്നത്. നമുക്കത് T4 GPU, എന്താണ് V28 TPU. സോ GPU എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതുപോലെ തന്നെ ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. പല ടൈപ്പ് ഓഫ് GPUs ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും കമ്പ്യൂട്ടിംഗ് പവർ ഡിഫറൻ്റ് ആണ്. സോ ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി നമ്മൾ നോക്കുന്ന ആ സമയത്തെ അവൈലബിലിറ്റി അനുസരിച്ച് ചിലപ്പോൾ 1-2 ഒക്കെ അവൈലബിൾ ആയിരിക്കും. സോ CPUവിനേക്കാളും എന്തായാലും ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടിംഗ് പവറും ഫാസ്റ്റും എന്താണ് ക്വിക്കായിട്ട് നമുക്ക് റൺ ചെയ്ത് പ്രോഗ്രാം വലിയ ഡേറ്റയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത് GPUs ആൻഡ് TPUs ആയിരിക്കും. ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് റൺ ചെയ്യും. ഓക്കെ, ഇതും സോ ഫ്രീ ആയിട്ടുള്ളൊരു സർവീസ് ആയതുകൊണ്ട് നമ്മുടെ ഒരു ഡിമാൻഡ് അനുസരിച്ചാണ്, ആ സമയത്ത് ഒരു അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചായിരിക്കും ഇത് വരിക. ചില സമയത്ത് പറയും നിങ്ങൾ ഓൾറെഡി ടു മച്ച് റിസോഴ്സ് യൂസ് ചെയ്തു, അതുകൊണ്ട് ട്രൈ ഇൻ എ ഡിഫറെൻറ്റ് ടൈം എന്നൊക്കെ പറയാറുണ്ട്. സോ ബേസ്ഡ് ഓൺ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ്. ഓക്കെ, ബട്ട് നോർമൽ പ്രോഗ്രാമിംഗ്, നോർമൽ ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് ന്യൂറൽ നെറ്റ്വർക്ക് ബേസ്ഡ് അല്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് CPU കമ്പ്യൂട്ടിംഗ് തന്നെ മതിയാകും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു നോട്ട്ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്തൊരു ഫയലായിട്ട് ലോക്കൽ നമ്മുടെ സിസ്റ്റത്തിലോട്ട് എടുക്കണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഫയൽ പോവുക, ഡൗൺലോഡ്സിൽ പോവുക.
ഡൗൺലോഡ് IPYNB എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു IPython നോട്ട്ബുക്ക് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അതല്ല download.py ആണെന്നുണ്ടെങ്കിൽ അതൊരു സ്ക്രിപ്റ്റ് ഫയൽ, അതായത് ബേസിക്കലി ഒരു ടെക്സ്റ്റ് ഫയൽ തന്നെയായിരിക്കും. ഇത് .py എക്സ്റ്റൻഷൻ ആയിട്ട് ആ ഒരു ഫയൽ തിരിച്ചു കിട്ടും. നമുക്ക് ലോക്കലിലോട്ട് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ബേസിക്കലി ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെയാണ് ഉള്ളത്. സേവ്, റിവിഷൻ ഹിസ്റ്ററി, പ്രീവിയസ് വെർഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് സേവ് ആൻഡ് പിൻ റിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ആവും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റിവിഷൻ ഹിസ്റ്ററി എടുത്തിട്ട് പഴയ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചെക്ക് പോയിന്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. ദെൻ ഓക്കെ, ബേസിക്കലി മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇത് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നു, സിസ്റ്റം ഹാങ് ആയി നിൽക്കുന്നു. അതായത് ഇവിടെ ഇങ്ങനെ ഒരു റൺ ചെയ്ത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് വരില്ല. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഒരു ആക്ഷൻ പോലെ ഒരു ഐക്കൺ ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിൻ്റെ എക്സിക്യൂഷൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു സെഷനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റൺ ടൈമിൽ പോയാൽ നിങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് റൺ ഇൻറ്ററപ്റ്റ് എക്സിക്യൂഷൻ ഉണ്ട്, അതുപോലെ റീസ്റ്റാർട്ട് സെഷൻ ഉണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം ടെർമിനേറ്റ് ആയിട്ട് സെഷൻ ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യും. അതുപോലെ റീസ്റ്റാർട്ട് സെഷൻ ആൻഡ് റൺ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് സെഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം തൊട്ട് ഒന്നുകൂടെ റൺ ആവും. റൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തൊട്ട് ഉള്ള സെൽ ബ്ലോക്സ് 1 by 1 ആയിട്ട് ആ ഒരു ഓർഡറിൽ റൺ ചെയ്യാൻ തുടങ്ങും. ദെൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെല്ല് സെലക്ട് ചെയ്തിട്ട് റൺ സെൽ ആൻഡ് ബിലോ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലും അതിന് താഴത്തോട്ടുള്ള സെല്ലുകളായിരിക്കും എക്സിക്യൂട്ട് ആവുക. സോ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിനുണ്ട്. അത് നിങ്ങൾ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി അതിന് കിട്ടും. ഓക്കെ, സോ ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഈ ടെക്സ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം പൊതുവെ മാർക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു ഫയൽ ഫോർമാറ്റ് ആണ്. അതായത് ഇപ്പം ഞാൻ ലെവൽ 1 ഹെഡിങ് എന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഹാഷ് ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഹെഡിങ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഫോണ്ടിൽ സൈസിൽ വരും. ദെൻ 2 ഹാഷ് ഇട്ട് കഴിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫോണ്ടിൽ വരും. 3 ഹാഷിന് ഈ ഒരു എക്സാമ്പിൾ. ഇത് മൂന്ന് ഹെഡിങ്സ് ആണല്ലേ. ഇവിടെ ഇങ്ങനെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മാർക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു ഫയൽ ഫോർമാറ്റ് ആണ്. അതുപോലെ ബുള്ളറ്റ് പോയിന്റ്സിനാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ഹൈഫൻ ഇട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്പേർഡ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം നമുക്ക് ആക്ച്വലി മാർക്ക് ഡൗൺ ഫയൽ ഫോർമാറ്റ്, നേരത്തെ പറഞ്ഞ ഹൈപ്പർ ലിങ്കിൻ്റെ എക്സാമ്പിൾ ആണെങ്കിലും ഇമേജിൻ്റെ എക്സാമ്പിൾ ആണെങ്കിലും വീഡിയോ എംബെഡിങ് എക്സാമ്പിൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഡൗൺ ഫയൽ ഫോർമാറ്റ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് മാർക്ക് ഡൗൺ ഫയൽ ഫോർമാറ്റ് ആണ്. അപ്പോൾ ഞാനൊരു ഫയലിൽ ഇതിൻ്റെ റോ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്ച്വൽ ഇൻഫർമേഷൻ അറിയാൻ പറ്റും. ഇവിടെ ഹൈപ്പർ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുന്നു, ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നു, ഇവിടെ 1 2 3 പോയിന്റ്സ് കൊടുത്തിരിക്കുന്നു, ഇവിടെ ബുള്ളറ്റ് പോയിന്റ്സ് കൊടുത്തിരിക്കുന്നു. സോ ബേസിക്കലി മാർക്ക് ഡൗൺ ഫയൽ ഫോർമാറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനെപ്പറ്റി അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാർക്ക് ഡൗൺ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നോക്കിയാൽ മതി. ഗിറ്റ്ഹബിൽ തന്നെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്. ഇതിൽ കുറേ എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇറ്റാലിക്സ് ആഡ് ചെയ്യാം, എങ്ങനെ ബോൾഡ് സ്പേസ് ആക്കാം, സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഇക്വേഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ സാധിക്കും. സോ ആ ഒരു ലിങ്ക് കൂടെ ഞാൻ ചാറ്റിലിടാം. ഓക്കെ, ഓക്കെ, സോ ഏറ്റവും വെരി ബേസിക് ആയിട്ടുള്ള ടൂൾ എന്ന് പറയാവുന്നത്
ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓർ ഗൂഗിൾ കോലാബ് ആണ്. നമുക്ക് ആകെ വേണ്ടത് ഒരു ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പ് വിത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ആൻഡ് ഗൂഗിൾ അക്കൗണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് GPU ഉൾപ്പെടെയുള്ള ഒരു സംവിധാനമാണ് കിട്ടുക. ഓക്കെ, ദെൻ ഇതിൻ്റെ സെറ്റിങ്സ് ബട്ടണിൽ ആക്ച്വലി നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ AI അസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം ഫോർ ദ സേക്ക് ഓഫ് ലൈക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഓഫ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇത് ഓട്ടോമേറ്റഡ് ആയിട്ട് കുറേ സജഷൻസ് പറയും. ഇത് നിങ്ങൾ എന്താ പറയുക, ഒരു പക്ഷേ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ ലേണിംഗ് ഇനിഷ്യൽ സ്റ്റേജിൽ എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം ഹെൽപ്ഫുൾ ആവില്ല. സോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇവിടുന്ന് ഓഫ് ചെയ്തിടുന്നതായിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ നല്ലത്. വൺസ് നിങ്ങൾ ഫെമിലർ ആയതിനു ശേഷം നിങ്ങൾക്ക് അത് വീണ്ടും എനേബിൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഫ്രീ യൂസിൽ നമുക്ക് കുറച്ച് ഉള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നതാണ്.